പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ വലിയ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പരിശുദ്ധ സഭയുടെ ആരാധന കലണ്ടറിൽ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധ ഹൂദോസ് ഈത്തോ പെരുന്നാളിലേക്ക് നാം വന്നിരിക്കുന്നു. ഹൂദോസ് ഈത്തോ അഥവാ സഭയുടെ പ്രതിഷ്ഠ എന്ന ഈ പെരുന്നാൾ നമ്മുടെ ഏവരുടെയും പ്രതിഷ്ഠ പെരുന്നാളായിട്ട് നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ സഭ എന്നാൽ ആരാധിക്കുന്ന വിശ്വാസികളുടെ സമൂഹം എന്നാണ് അതിന്റെ അർത്ഥം. ആരാധിക്കുന്ന വിശ്വാസികൾ നാം ഏവരുമാകുമ്പോൾ ശരീരത്തിൽ ഇരിക്കുന്നവരും ശരീരം വിട്ടവരുമായ സത്യവിശ്വാസികളുടെ കൂട്ടമായിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചതിന് ശേഷം വേർതിരിക്കുന്ന അനുഭവമാണ് ഹൂദോസീത്തോ പെരുന്നാൾ. നമ്മെ തന്നെ വിശുദ്ധീകരിച്ചത് ഹൂദോസീത്തോ പെരുന്നാളിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ഇനി നാം വിശുദ്ധീകരിക്കപ്പെട്ടവരായ ജനം, ആരാധിക്കുന്ന വിശ്വാസികളുടെ സമൂഹം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഈ അവസരം നമ്മെ തന്നെ നാം വേർതിരിക്കുകയാണ്. നാം ലോകത്തിൽ നിന്ന് വിശ്വാസികളായിരിക്കുന്ന നമ്മെ വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സത്യവിശ്വാസികളുടെ കൂട്ടമായി, ലോകത്തിന് അനുരൂപരാകാത്ത കൂട്ടമായി നമ്മെ തന്നെ വേർതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനും ചിന്തയ്ക്കും നമ്മുടെ ആത്മീയ വർധനയ്ക്കുമായിട്ട് പരിശുദ്ധ സഭ കൽപ്പിച്ച് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ യോഹന്നാൻ എവൻഗേലിസ്തായുടെ സുവിശേഷം 10-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. 22-ാം വാക്യം പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠാ ഉത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. യേശു ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. പ്രിയപ്പെട്ടവരെ, ശലോമോന്റെ മണ്ഡപത്തിൽ പ്രതിഷ്ഠാ പെരുന്നാളിൽ ഉത്സവത്തിന്റെ ദിവസം യേശു യഹൂദന്മാരുമായി സംസാരിക്കുന്നതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയമായി തീരുന്നത്. പ്രതിഷ്ഠാ പെരുന്നാൾ യഹൂദന്മാരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവമായിരുന്നു. എന്തായിരുന്നു യഹൂദന്മാരുടെ പ്രതിഷ്ഠാ പെരുന്നാൾ? BC 167 അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന ദമസ്കോസിലെ സിറിയ രാജാവ് യെരുശലേമിനെ കീഴടക്കി യെരുശലേം ദേവാലയത്തെ സോയൂസ് ദേവന്റെ അമ്പലമാക്കി തീർത്ത് യെരുശലേം ദേവാലയത്തിൽ സോയൂസിന്റെ പ്രതിഷ്ഠിച്ച് യെരുശലേം ദേവാലയത്തെ മ്ലേച്ഛമാക്കി കളഞ്ഞു. BC 164 അന്തിയോക്കസ് എപ്പിഫാനസിന്റെ ഈ മ്ലേച്ഛമായ പ്രവൃത്തിയെ യഹൂദ മക്കാബി എന്ന് വിളിക്കുന്ന നേതാവ് തിരിച്ച് വിശുദ്ധീകരിച്ച് യെരുശലേം ദേവാലയത്തെ പുനഃപ്രതിഷ്ഠിച്ചതിന്റെ ഓർമ്മയാണ് പ്രതിഷ്ഠാ പെരുന്നാൾ. ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ അന്തിയോക്കസ് എപ്പിഫാനസിന്റെ മ്ലേച്ഛതയെ നശിപ്പിച്ചു കളഞ്ഞ് വിശുദ്ധീകരിച്ചതിനെ കുറിച്ച് ചില സംഭവങ്ങൾ പറയപ്പെടുന്നുണ്ട്. BC 164 യഹൂദ മക്കാബി യെരുശലേം ദേവാലയം വീണ്ടും ശുദ്ധീകരിച്ചു. ശുദ്ധമായ എണ്ണ ഒരു പാത്രം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ശുദ്ധമായ എണ്ണയൊഴിച്ച് ശുദ്ധമായ വെളിച്ചം പ്രകാശിപ്പിക്കുന്നതോടുകൂടി ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ആ ഒരു പാത്രം എണ്ണ ഒരു ദിവസം മാത്രം കത്തുവാനുള്ള എണ്ണ മാത്രമായിരുന്നു. എങ്കിലും ആ ഒരു പാത്രം എണ്ണ എടുത്ത് യഹൂദ മക്കാബി യെരുശലേം ദേവാലയത്തിൽ തിരിതെളിച്ചു. വിശുദ്ധമായ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നതിന് 7 ദിവസങ്ങൾ ആവശ്യമായിരുന്നു. 7 ദിവസം കഴിഞ്ഞ് ഇനി വിശുദ്ധമായ എണ്ണ ലഭിക്കുമായിരുന്നുള്ളൂ. പക്ഷേ
ദൈവത്തിന്റെ വലിയ കരുണയാലും അത്ഭുതത്താലും 7 ദിവസങ്ങൾ ഒരു ദിവസം മാത്രം കത്തിത്തീരാമായിരുന്ന എണ്ണ മൂലം കത്തി നിന്നു. യെരുശലേം ദേവാലയത്തിൽ വിശുദ്ധ വെളിച്ചം തെളിഞ്ഞു നിന്നു എന്ന് പാരമ്പര്യം പറയുകയാണ്. അതുകൊണ്ടാണ് പ്രതിഷ്ഠാ പെരുന്നാളിൽ യഹൂദന്മാർ മെനോറ എന്ന ആ വലിയ വിളക്ക് തെളിയിച്ച് 7 തിരികളുള്ള വിളക്ക് തെളിയിച്ച് ആ പെരുന്നാളിനെ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയത്തെ പ്രതിഷ്ഠിച്ചത് വിളക്ക് തെളിച്ചുകൊണ്ടായിരുന്നു. ആ പെരുന്നാളിലാണ് യേശു ഇവിടെ സംബന്ധിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അത് ശീതകാലമായിരുന്നു. സാധാരണ നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ പെരുന്നാൾ വരിക. ശീതകാലത്തിന്റെ സമയത്തായിരുന്നു ഈ പെരുന്നാൾ. പ്രതിഷ്ഠയുടെ പെരുന്നാൾ വെളിച്ചത്തിന്റെ പെരുന്നാളാണ്. ഈ വെളിച്ചത്തിന്റെ പെരുന്നാളിൽ വെളിച്ചം പുതിയതായി വിശുദ്ധീകരിച്ച പ്രതിഷ്ഠിക്കപ്പെട്ട ജനതയ്ക്ക് അനുഗ്രഹമായി തെളിയുന്ന സമയത്ത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ദേവാലയത്തിൽ നിൽക്കുകയാണ്. ശലോമോന്റെ മണ്ഡപത്തിൽ അവൻ നിൽക്കുകയാണ്. ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു താൻ എന്ന് പറഞ്ഞ കർത്താവ് യെരുശലേം ദേവാലയത്തിൽ വെളിച്ചത്തിന്റെ പെരുന്നാളിൽ നിൽക്കുമ്പോൾ അവനോട് യഹൂദന്മാർ വന്ന് ചോദിക്കുകയാണ്, നീ ക്രിസ്തു ആകുന്നുവോ? വെളിച്ചത്തെ കണ്ടിട്ടും വെളിച്ചത്തെ തിരിച്ചറിയാതിരിക്കുന്ന യഹൂദന്മാരുടെ സമൂഹം. പ്രിയപ്പെട്ടവരെ, പ്രതിഷ്ഠിക്കുക എന്നാൽ വെളിച്ചത്തെ തെളിക്കുക എന്നാണ് യഹൂദന്മാരുടെ പ്രമാണം. വെളിച്ചം തെളിഞ്ഞിട്ടും വെളിച്ചത്തെ കാണാതിരിക്കുന്നത് എന്താണ്? അത് അജ്ഞതയാണ്. അത് വെളിച്ചത്തെ തിരിച്ചറിയാതിരിക്കുന്ന വലിയ അജ്ഞതയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് നിങ്ങളുടെ വെളിച്ചം അനേകർ കാണട്ടെ. നല്ല പ്രവൃത്തികളെ വെളിച്ചമായിട്ട് കർത്താവ് അവിടെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ കർത്താവ് തുടർന്ന് യഹൂദന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ അനേകം നല്ല പ്രവൃത്തികൾ എന്റെ പിതാവിൽ നിന്ന് നിങ്ങളെ കാണിച്ചിരിക്കുന്നു. ഇതിൽ ഏത് നല്ല പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നത്? നല്ല പ്രവൃത്തികൾ വെളിച്ചമാണ്. ആ നല്ല പ്രവൃത്തികളെ കണ്ടിട്ടും വെളിച്ചത്തെ കണ്ടിട്ടും വെളിച്ചത്തെ തിരിച്ചറിയാതിരിക്കുന്ന യഹൂദന്മാരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഏത് വെളിച്ചത്തെ കുറിച്ചാ നിങ്ങൾക്ക് പരാതിയുള്ളത്? ഏത് വെളിച്ചമാണ് നിങ്ങൾക്ക് സങ്കടമുണ്ടാക്കിയത്? ഏത് വെളിച്ചം മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? ഭക്തകവി പാടിയിരിക്കുന്നു, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെയിരിക്കുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം എന്നിങ്ങനെ പറയുന്ന ഭക്തകവിയുടെ ദഹനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വെളിച്ചം, സ്നേഹത്തെ കണ്ടവന്റെ വെളിച്ചം. പ്രിയപ്പെട്ടവരെ, അത് കാണാൻ യഹൂദന്മാർക്ക് സാധിക്കാതെ പോയി എന്നതാണ് യഹൂദ ജനതയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കുഴപ്പം. ഇന്ന് പ്രതിഷ്ഠയുടെ ഈ പെരുന്നാളിൽ നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്നത് ഇതാണ്: ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന എന്നെ നിങ്ങൾ കണ്ട് വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് വെളിച്ചത്തിന്റെ മക്കളായി നിങ്ങൾ തീരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വെളിച്ചത്തിന്റെ മക്കളായി തീരാം. നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. നമ്മെ തന്നെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. സഭയായും വ്യക്തികളായും നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. വെളിച്ചത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? വെളിച്ചത്തെ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചത്തിന് ഒരു സ്രോതസ്സുണ്ട്. നാം ഒരു ഇലക്ട്രിക് ബൾബ് ഓൺ ചെയ്താൽ ആ ബൾബ് വെളിച്ച സ്രോതസ്സായിട്ട് ആ ബൾബിൽ നിന്ന് വരുന്ന വെളിച്ചം നാം കാണുകയാണ്. പക്ഷേ സത്യത്തിൽ നാം വെളിച്ചത്തെ എങ്ങനെയാണ് കാണുന്നത്? ശാസ്ത്രം പറയുന്നു, വെളിച്ചം അതിന്റെ സ്രോതസ്സിൽ നിന്നും വന്ന് ഒരു വസ്തുവിൽ വീണ് ആ വസ്തുവിൽ നിന്നും പ്രതിഫലിക്കുന്ന വെളിച്ചം നമ്മുടെ കണ്ണിൽ വീഴുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് എന്ന്.
യേശു തന്നെ പറയുന്നു, നല്ല പ്രവൃത്തികൾ, വെളിച്ചമാകുന്ന യേശുവിന്റെ നല്ല പ്രവൃത്തികളാണ് യേശുവിനെ തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, സഹായിക്കുന്നതും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു ആ വെളിച്ചം കാണുന്നതിന് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ, ആ വെളിച്ചം നമ്മിൽ ഓരോരുത്തരിലും വീണ് നല്ല പ്രവൃത്തികൾ നമ്മിൽ നിന്നും ഉണ്ടായി ആ നല്ല പ്രവൃത്തികളെ അനേകർ കണ്ട് വെളിച്ചത്തിന്റെ സ്രോതസ്സാകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്നതാണ് ഈ പ്രതിഷ്ഠാ പെരുന്നാളിന്റെ രണ്ടാമത്തെ അർത്ഥമാനം. നാം ഓരോരുത്തരും ഒരു വെളിച്ചത്തിന്റെ ചെറിയ സ്രോതസ്സായിട്ട് തീരണം. സൂര്യൻ വെളിച്ചമാണ്. സൂര്യനിൽ നിന്നും വരുന്ന വെളിച്ചം ചന്ദ്രനിൽ വീണ് അത് പ്രതിഫലിക്കുമ്പോൾ തിളങ്ങുന്ന പ്രോജ്വലനായ ചന്ദ്രനെ നാം കാണുന്നത് പോലെ നാം ഓരോരുത്തരും ഓരോ തിളങ്ങുന്ന പ്രകാശഗോളമായി തീരുന്നതാണ് പ്രതിഷ്ഠയുടെ അർത്ഥം. നമുക്കതിന് സാധിക്കട്ടെ. പുണ്യശ്ലോകനും യശശരീരനുമായ അഭിമന്യ ഡോക്ടർ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി ഒരിക്കൽ പറഞ്ഞു, മറ്റൊരു രാജ്യത്ത് പോയി താമസിച്ച് കുറെ കാലം അവിടെ തുടർന്നതിന് ശേഷം തിരിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയാൽ താൻ താമസിക്കുന്ന രാജ്യത്തെ രീതികളുടെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അത് സത്യമാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുമുണ്ട്. അമേരിക്കയിൽ താമസിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ കേരളത്തിലുള്ളവർ പെട്ടെന്ന് പറയും, ഇയാളെ കണ്ടിട്ട് അമേരിക്കക്കാരനെ പോലെ ഇരിക്കുന്നു. ഗൾഫിൽ താമസിച്ച് തിരിച്ചു വരുന്ന ഒരാളെ കാണുമ്പോൾ പറയും, ഇയാളെ കണ്ടിട്ട് ഗൾഫുകാരന്റെ ചില പ്രത്യേകതകളുണ്ട്. അമേരിക്കയിലേക്കോ ഗൾഫിലേക്കോ വരുന്ന കേരളക്കാരെ കാണുമ്പോൾ അവിടെയുള്ളവർ പറയും, ഇയാളെ കണ്ടിട്ട് കേരളത്തിൽ നിന്നും വന്നതുപോലെ ഇരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? താൻ ആയിരിക്കുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ ആ വ്യക്തിയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സത്യ വെളിച്ചത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് സത്യ വെളിച്ചം മുഖത്ത് പ്രകാശിക്കുന്ന ഒരുവനെ കാണുമ്പോൾ ഇവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്, ഇവൾ പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്, സത്യ വെളിച്ചം ഇവളുടെ മുഖത്ത് നിന്നും പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മെ ഓരോരുത്തരെയും കാണുമ്പോൾ സത്യ വെളിച്ചത്തിന്റെ വാഹകരായി, സത്യ വെളിച്ചത്തിന്റെ ചെറിയ ഗോളങ്ങളായി തീർന്ന് അനേകർ നമ്മെ കാണുന്നത് മൂലം കർത്താവിനെ കാണുന്നതിന് ഈ പ്രതിഷ്ഠാ പെരുന്നാൾ ഉപകരിക്കണം എന്ന് പരിശുദ്ധ സഭ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് പുണ്യശ്ലോകനായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനിയുടെ പെരുന്നാൾ നാം ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ വെളിച്ചത്തിന്റെ വലിയ തേജസ്സായി ഈ സഭയെ ഈ കാലത്ത് മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തിയും അൽമായക്കാരും വൈദികരും ഒരുപോലെ വെളിച്ചത്തിന്റെ തേജസ്സായിരിക്കുന്നതിന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനിയും ഇന്ന് ആഗ്രഹിക്കുന്നു എന്ന് നാം ചിന്തിച്ച് മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ അർത്ഥതലം കൂടുതൽ ഉജ്ജ്വലമായി തീരുന്നത്. മൂന്നാമതായിട്ട് യേശു തമ്പുരാൻ യഹൂദന്മാരോട് സംസാരിക്കുന്ന ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ എന്തിനെന്നെ കല്ലെറിയുന്നു? നിങ്ങൾ എന്തിന് എന്നെ കല്ലെറിയുന്നു? നീ വേദവിപരീതം പറഞ്ഞതുകൊണ്ടാണ് നിന്നെ കല്ലെറിയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു കർത്താവ് പറഞ്ഞ വേദവിപരീതം? വെളിച്ചം തങ്ങളുടെ മധ്യത്തിൽ നിന്നിട്ടും വെളിച്ചത്തെ കാണാൻ സാധിക്കാതെ പോയ വ്യക്തികൾ, നീ ആരാകുന്നു എന്ന് വെളിച്ചത്തോട് ചോദിക്കുന്ന വ്യക്തികൾ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, ഇനിയും നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? താൻ ആരാകുന്നു എന്ന് ഉത്തമമായ ബോധ്യത്തോടു കൂടി നിൽക്കുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു അവബോധമുള്ളവരായി തീരണം എന്ന് ഈ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രതിഷ്ഠാ പെരുന്നാളിൽ നാം നമ്മെ തന്നെ വേർതിരിക്കുമ്പോൾ, വെളിച്ചമായി നമ്മെ തന്നെ മനസ്സിലാക്കി വേർതിരിച്ചു കഴിയുമ്പോൾ, ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്നും നാം മാറിക്കഴിയുമ്പോൾ,
നാം ആരാകുന്നു? നാം വെളിച്ചത്തിന്റെ വാഹകരാകുന്നു. നാം വെളിച്ചത്തിന്റെ ഒരു ചെറിയ സ്രോതസ്സായി തീരുന്നു. നാം നമ്മെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ഇതാണ്. നമ്മോട് അനേകർ ചോദിക്കുമ്പോൾ നീ ആരാകുന്നു, യേശുക്രിസ്തുവിനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ച യഹൂദന്മാരെ പോലെ തന്നെ നീ ആരാകുന്നു എന്ന് നമ്മളോട് ചോദിക്കുന്ന അനേകർക്ക് ഉത്തരം നമ്മുടെ മുഖത്തു നിന്ന് തന്നെ ലഭിക്കണം. ഞാൻ ഒരു സത്യവിശ്വാസിയാകുന്നു. ആ സത്യവിശ്വാസത്തിന്റെ പ്രതിഫലനമായി നല്ല പ്രവൃത്തികൾ നമ്മിൽ നിന്നുമുണ്ടായി അനേകർക്ക് വെളിച്ചം കാണുന്നതിന് നാം ഉപകരിക്കണം. ഒരു ശരിയായ ആത്മബോധം നമുക്കുണ്ടാവണം. വേർതിരിക്കപ്പെട്ട വിശ്വാസികളുടെ, സത്യവിശ്വാസികളുടെ, സത്യ നമസ്കാരികളുടെ, സത്യ ആരാധകരുടെ സമൂഹമാകുന്നു നാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പ്രതിഷ്ഠാ പെരുന്നാളിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ആഴമേറിയ അർത്ഥതലം ഇതാണ്. അവിടെ നിന്നുമാണ് നമ്മുടെ ആത്മീയ ജീവിതം വിശുദ്ധിയുടെ പ്രതിഫലനമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ഒന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം തേച്ചു മിനുക്കിയെടുക്കേണ്ട ആവശ്യകത ഇവിടെയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് നാം ജീവിക്കുന്നത്? എന്താണ് ഒരു ക്രിസ്ത്യാനിയായി നമ്മെ തന്നെ തുടരുന്നതിന് പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള തുടർച്ച പ്രതിഷ്ഠിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹം എന്ന തുടർച്ചയാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ് യെരുശലേം ദേവാലയം തകർത്ത് അവിടെ സോയൂസ് ദേവന്റെ പ്രതിമ പ്രതിഷ്ഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് പ്രവാചകനായ ദാനിയേൽ എഴുതി. 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും എഴുതി, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ഉള്ളിൽ മറ്റേതെല്ലാം പ്രതിഷ്ഠകളുണ്ട് എന്ന് നാം തന്നെ ഒന്ന് ചിന്തിക്കേണ്ട സമയം ഇതാണ്. വെളിച്ചമാകുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ തിളങ്ങി ഉജ്ജ്വലിച്ചു നിൽക്കുന്നുണ്ടോ? അതോ ശൂന്യമാക്കുന്ന മ്ലേച്ഛതകൾ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നുവോ? നമ്മെ തന്നെ നാം ഒന്ന് തേച്ചു മിനുക്കിയെടുക്കേണ്ട ചോദ്യം ഇവിടെ ഉണ്ടാകുന്നു. വെളിച്ചം നമ്മുടെ മുമ്പാകെ എപ്പോഴും തിളങ്ങി നിൽക്കുകയാണ്. വെളിച്ചം നമ്മുടെ മുമ്പാകെ തന്നെ തന്നെ അവതരിപ്പിക്കുകയാണ്. വെളിച്ചത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയ യഹൂദന്മാരെ പോലെയല്ല, വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് ഈ വെളിച്ചം എന്റെ രക്ഷയാകുന്നു എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും നല്ല പ്രവൃത്തികൾ മൂലം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമായി തീരുന്നതിന് ദൈവം നമ്മേവരെയും പ്രാപ്തരാക്കി തീർക്കട്ടെ. ദൈവം നമ്മേവരെയും വഴി നടത്തട്ടെ. കർത്താവേ, നീയാകുന്ന വെളിച്ചം കണ്ട് തിരിച്ചറിഞ്ഞ് നിന്നിലൂടെ ചരിക്കുന്നതിന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദിവ്യവചന പഠനവും ദിവ്യവചനത്തിന്റെ അനുഷ്ഠിതമായ ജീവിതവും നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രതിഷ്ഠാ പെരുന്നാൾ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. നമ്മെ തന്നെ ലൗകികമായ ജീവിത രീതികളിൽ നിന്നും വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിത രീതിയിലേക്ക് വേർതിരിക്കുന്നതിന്റെ അടയാളമായി തീരട്ടെ. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.